Hi guys, welcome to our YouTube channel. നമ്മൾ ഇന്നിപ്പോൾ ഗോഡിന്റെ വീട്ടില് കറങ്ങാനായിട്ട് വന്നിരിക്കുക ഗൈസ്. ട്രക്കിങ്ങിന് വേണ്ടി വന്നതാ ഗൈസ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് കോട കയറി ഒന്നും കാണത്തില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ പാതി വഴിക്ക് അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. താഴെയുണ്ട് താഴെ വെള്ളച്ചാട്ടവും പാറയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിക്കുക ഗൈസ്. എനിക്ക് തിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നല്ല ഇതുണ്ട് ഗൈസ്, വ്യൂസ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ കാണിച്ചു തരാവേ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓക്കെ. ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ടോ ഗൈസ്? കണ്ട, ഇതാണ് നമ്മൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട, മേലെ വന്നിട്ടിരുന്നതാണ്. എന്തോ കുറ്റം പറയുമായിരുന്നു ഗൈസ് ഗോഡ്. ഞാൻ ക്യാമറ വെച്ചപ്പോൾ അവള് നിർത്തി. ഓക്കെ, ഇതാണ് ഗോഡ്. എൻ്റെ അടുത്ത് പറഞ്ഞ് കുറേ വെള്ളച്ചാട്ടമുണ്ട്. ഇതാണ് കാണുന്ന വെള്ളച്ചാട്ടം. നല്ല രസമുണ്ടല്ലേ ഗായ്സ്? സൂപ്പറാണ്. അടുത്ത വാട്ടർഫോളിൽ ഗോഡ് കുളിക്കുന്നുണ്ടോ ഗായ്സ്? ഫ്രഷ് വാട്ടർ ഗായ്സ്. എനിക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം കുടിക്കണം എന്നുണ്ട് ഗായ്സ്. നോക്കിയേ, പക്ഷെ നല്ല രസമല്ലേ? നല്ല തണുപ്പാണ് ഗായ്സ്. ഓക്കെ, അവരൊക്കെ ഇങ്ങനെ പതുക്കെ കാടും മേടും കണ്ട നോക്കിയിടി. അത് ബട്ടർഫ്ലൈ. ഓ, നല്ല രസമല്ലേ ഗായ്സ്? കമൻറ്റ് ബിലോ ഹൗ വാസ് ദിസ് പ്ലേസ് എന്ന്. നമുക്ക് കാട്ടിൽ കൂടെ ഇങ്ങനെ കയറി പോവാ ഗായ്സ്. നമുക്ക് ഇത് അടുത്ത വാട്ടർഫോൾ ആണ് ഗോഡുവിൻ്റെ. അടുത്ത വാട്ടർഫോൾ ആണ് ഗോഡ് പറഞ്ഞത്. കണ്ട, ഞങ്ങൾ എല്ലാവരും നോക്കിയിട്ടിരിക്കുകയാണ് ഗൈസ്, അന്തം വിട്ട്. അതാ, വേനൽക്കാലം ആയതുകൊണ്ടാട്ടോ ഇത്ര വെള്ളം ഇല്ലാത്തതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നല്ല വെള്ളം ഒഴുകുന്ന വാട്ടർഫോൾ എന്നാണ് ഗോഡ് പറഞ്ഞത്. അല്ല ഗോഡ്? ഇവിടെ നമുക്ക് വെള്ളം കാരണം റോട്ടിൽ കൂടെ വണ്ടിയൊന്നും പോകത്തില്ല. അതെ. ഇന്നിപ്പോൾ വെയിലായിരുന്നു ഗായ്സ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വെള്ളമുള്ളൂ. നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇതിലും വെള്ളം കാണുന്നതാണ് ഗോഡ് പറഞ്ഞത്. നോക്കുക, ഇവിടെ പ്രേതബാധയുള്ളൊരു പാറയാണ് ഗൈസ്. ചുമ്മാ പേടിപ്പിക്കാൻ. പ്രേതം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ പ്രേതങ്ങൾ ആരും വരത്തില്ല. കണ്ടോ ഗായ്സ്? എല്ലാവരും നടന്നിട്ടിരിക്കുകയാണ് ഗൈസ്. നല്ല കാറ്റുണ്ട് ഗായ്സ്, സൂപ്പറാണ്. കാറ്റുമേലെ കാറ്റ് കീഴേ പാടാടാ. നമ്മുടെ പുതിയ റീലാണ് ട്രെൻഡിങ്. എല്ലാവരും കണ്ടിരുന്നു ഗായ്സ് ഞങ്ങളുടെ ഇൻസ്റ്റയില്. എല്ലാവരും കമന്റ് ബിലോ ഗൈസ്. കണ്ടിട്ടെങ്കിൽ ഇതാണ് വലിയൊരു ബിഗ് റോക്ക്. ഈ റോക്ക് തുറന്ന് രണ്ടിവിടെ പാത ഉണ്ടാക്കിയിട്ട് നമ്മൾ സഞ്ചാര യോഗ്യമാക്കി. ഗോഡ് നടന്നിട്ടാണ് ഇവിടെ പാതയായത്. പണ്ട് ഗോഡും ഇങ്ങനെ പാറയുടെ മണ്ടയിൽ വലിഞ്ഞ് ഇങ്ങനെ സ്പൈഡർമാൻ അല്ലല്ലോടി, മറ്റേ ടാർസൻ ഇല്ലേ, മൗഗ്ലിയൊക്കെ കയറുന്ന പോലെയായിരുന്നു ഗോഡ് പോയിക്കൊണ്ട്. എടി, അവിടെ ഒരു ചാട്ടം നിൽക്കുന്ന പോലെ ഇല്ലേടി? അത് റെഡിന്റെ, അത് അവിടെ കുഴിയുണ്ട് ഗൈസ്. അപ്പൊ അത് വണ്ടി പോകുന്നവർക്ക് കാണാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റയിലും കമന്റ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഗൈസ്, നിങ്ങൾക്ക് എന്താ ഇപ്പൊ വ്ളോഗ് ഇടാത്തേന്ന് എല്ലാവരും മിസ് ചെയ്യാന്നൊക്കെ പറയുന്നു ഗൈസ്. കാരണം ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് ബിസി ആയിരുന്നു ഗൈസ്. പിന്നെ കോളേജ് പെട്ടെന്ന് ക്ലോസ് ചെയ്തപ്പോൾ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോകുന്ന തിരക്ക് പിന്നെ എല്ലാതും ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല ഗൈസ്. ചിലർ പറഞ്ഞു ഗൈസ്, നമ്മൾ വ്ളോഗൊന്നും ഇടാത്തതുകൊണ്ട് എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാക്കി ഗൈസ്. മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇരിക്കുമായിരുന്നു ഗൈസ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വിഷമമുണ്ടെന്ന് അറിയാം. ഞങ്ങൾ എന്നും അപ്ഡേറ്റ് ചെയ്തോളാം ഗൈസ്. ബിക്കോസ് നമ്മൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. ഇപ്പൊ ഗൈസ് വെള്ളം കുടിക്കാനുള്ള തത്രപ്പാടാണ് ഗൈസ്. കുപ്പിയിൽ വെള്ളം ഉണ്ടെങ്കിലും കോഴക്കയിലെ ചെളി വെള്ളം വേണം ചിലർക്ക്. നന്മയുള്ള ലോകമേ ആവുകയാണ് ഗൈസ്. ഇതായിരുന്നു സേതുവിന് പണ്ടത്തെ പരിപാടി. ഈ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് ഇതായിരുന്നു ഗൈസ്. നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള് വ്ളോഗ് ഇന്നത്തെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗൊക്കെ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാണണം. പിന്നെ ഞങ്ങളുടെ പുതിയ റീലൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു ഗൈസ്? കാറ്റുമേലെ ട്രെൻഡിങ്. അതെല്ലാരും കാണണം. കാണത്തില്ല, ഇരുട്ട പോലെ ഇരിക്കുന്ന കൊടംപുളി. നീറാണ് കൊടംപുളി ഗൈസ്. മീൻകറി ഇട്ട് കൊടംപുളി ഇട്ട് വെച്ച കൊടംപുളി ഇട്ട് വെച്ച
എവിടെ? ഇതാണ് ഗൈസ് നമ്മുടെ പഴുത്ത പുളി. ഇത് ഇങ്ങനെ പക്ഷെ അതിന്റെ ഉള്ളിൽ നല്ല മധുരമുള്ള സാധനം ഉണ്ട് ഗായ്സ്. അത് നല്ല ടേസ്റ്റിയാണ്. അയ്യോ ഇവിടെ കുറുമ്പുണ്ട് ഗായ്സ്. നീറ് നീറ് നീറ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ ഗൈസ്. അടുത്ത വാട്ടർഫോളാണ് ഗായ്സ്. ഇത് നല്ല ശബ്ദമുണ്ട്, നല്ല വെള്ളമുണ്ട് അല്ലേ ഗൈസ്. ഇതാണ് അടുത്ത വാട്ടർഫോള് ഗൈസ്. ഇവിടെ ഒരാൾ മഞ്ചാടി പറക്കി പറക്കി ഇതേ കാട്ടിൻ്റെ ഉള്ളിലേക്കൂടെ കയറുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഗോഡിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. അങ്ങനെ ഇന്നത്തെ ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു ഗായ്സ്. നമ്മൾ വലിയ ട്രക്കിങ് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ടയേർഡായൊരു ഫീലിങ്. അമ്മാതിരി വാട്ടർഫോള്, വാട്ടർഫോള്, മലകൾ കയറി, പാറകൾ കയറി, അവസാനം റോഡിന്റെ നടുക്ക് കിടന്നുറങ്ങി ക്ഷീണം. കാരണം അറിയാലോ, അത് മഴയത്ത് കിടന്നുറങ്ങി, കൊടയും പിടിച്ച് കിടന്നുറങ്ങി. അതൊക്കെയാണ് മെമ്മറീസ് ഗായ്സ്. സൂപ്പറായിരുന്നു. ഞങ്ങളെ സൺകിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇപ്പൊ ബസ് കയറാനായിട്ട് പോവാണ്. ഇനി എല്ലാരും വരണം എന്റെ വീട്ടിക്ക്. ഇപ്പൊ വഴിയൊക്കെ കാണിച്ചു തന്നില്ലേ? അതാ 2 ദിവസം കഴിഞ്ഞ ട്രിവാൻഡ്രത്തേക്കല്ലേ വരുന്നത്. അപ്പൊ ഗൈസ് അങ്ങനെ ഇനിയിപ്പോ ബസ് കയറുന്നു.